ഹലോ, എല്ലാവർക്കും ഡി എസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. കപ്പ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ റെസിപ്പിയിലോട്ട് പോകാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുക്കറിലാണ് മസാലയൊക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇതിനുശേഷം നമ്മൾ 3 സവാളയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇനി അതിലേക്ക് 2 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 8 വെളുത്തുള്ളിയും കൂടി ഞാൻ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള ചെറുതായി വാടി വന്നിട്ടുണ്ട്. തക്കാളിയും കൂടി ഇട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മൾ 1/2 കിലോ ബീഫാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മൾ കുക്കർ മൂടി വെച്ച് വേവനുസരിച്ച് നമ്മൾ വേവിച്ചെടുക്കാം. വെന്ത് വരുന്നവരേക്കും നമുക്ക് കപ്പ വേവിച്ചെടുക്കാം. കപ്പ വേവിക്കാൻ വേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി മുറിച്ച കപ്പയിട്ട് കൊടുക്കാം. വേഗം വേവുന്ന കപ്പയാണ് ഇതിന് നല്ലത്. ഇനിയിപ്പോൾ കപ്പയും ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മളെ ബീഫെല്ലാം വിസിൽ വന്നിട്ടുണ്ട്. ഒരു 8 വിസിലോളം വന്നിട്ടുണ്ട്. നല്ല വേവുള്ള ബീഫായതുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച കപ്പയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇപ്പം ലാസ്റ്റ് ഇതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് വറുത്തിട്ട് കൊടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ലാസ്റ്റ് നമ്മൾ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് മൂപ്പിച്ച് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്തോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം.